ഹലോ നമസ്കാരം. ഇന്നൊരു മത്തങ്ങ ഒഴിച്ചുകൂട്ടാൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് രാവിലെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് ഒക്കെ മതി കേട്ടോ. രാവിലെ സ്കൂളിലോ ഓഫീസിലോ ഒക്കെ കൊടുത്തുവിടാൻ, ചോറിന് കൊടുത്തുവിടാൻ വേണ്ടി പറ്റിയ ഒരു കറിയാണേ. അപ്പൊ ഇത് ചെയ്യാനായിട്ട് മത്തങ്ങ ദാ ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വലുപ്പമൊന്നുമില്ല. ഇനി വലുപ്പത്തിൽ അരിഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ ഇത് കുക്കറിലിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. ഇനി ഒരു കുക്കറിലേക്ക് ഇടുക. സമയം ഉണ്ടെങ്കിൽ നമുക്ക് മൺചട്ടിയിൽ വെക്കാം. പക്ഷെ നമ്മളിത് പെട്ടെന്ന് ചെയ്യണതാണല്ലോ. അപ്പൊ നമുക്ക് കുക്കറിലോട്ട് ഇട്ടിട്ട് ഒരു 3-4 ചുവന്നുള്ളി എടുക്കാം, പച്ചമുളക് എടുക്കാം, കറിവേപ്പില എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. കുക്കറിൽ വെച്ചിട്ട് നമുക്കൊരു 3 വിസിൽ അടിക്കാം കേട്ടോ. കാരണം മത്തങ്ങ ഒന്ന് വെന്തുടഞ്ഞ് കിട്ടണം നമുക്ക്. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കണം കേട്ടോ. അതിനായിട്ട് 1/4 ടീസ്പൂൺ ഉലുവ എടുക്കുന്നുണ്ട്, ഒരു 3 വറ്റൽമുളക് എടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതെടുക്കുക. 4 ടേബിൾ സ്പൂൺ മതി കേട്ടോ, ഒരുപാട് വേണ്ട. ഇനി അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക കേട്ടോ. ഒരുപാട് അങ്ങ് തേങ്ങ വറുത്തെടുക്കണ്ട, വെറുതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി. എൻ്റെ അടുത്ത് അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടി ഇട്ട് കൊടുത്തേട്ടോ. ഇനി അതൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്ത് വെക്കാം കേട്ടോ. അപ്പോഴേക്കും മത്തങ്ങ വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് അത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള കേട്ടോ. 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിലാട്ടോ ഞാൻ വാളംപുളി ഇട്ട് വെച്ചത്. ഇനി അത് ഒഴിച്ചു കൊടുത്തിട്ട് ഈ മത്തങ്ങയും പുളിവെള്ളവും കൂടി നന്നായിട്ട് ഒന്ന് തിളക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് മതി കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ആ മിക്സിയുടെ ജാറ് തന്നെ ഒന്ന് കഴുകി ഒരു അരമുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് ശർക്കര പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് അത്ര നേരം കുക്ക് ചെയ്താൽ മതി കേട്ടോ. അതായത് കറി ഒന്ന് കുറുകി വരുന്ന പാകം അത്രയും മതി. അതിനുശേഷം ഇറക്കിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചൂടാറിയിട്ടില്ല കേട്ടോ, ആ ചൂട് തന്നെയാണ് കായപ്പൊടി ചേർത്തത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് താളിച്ചിടണം. അതിന് വെളിച്ചെണ്ണയിലേക്ക് കടുക്, അതുപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില, ഉള്ളി, ചെറിയ ഉള്ളിയാണേ, അതുകൂടെ ഒന്ന് വഴറ്റി താളിച്ചിടുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ കറിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റൂ കേട്ടോ. രാവിലത്തെ ആ തിരക്ക് പിടിച്ച നേരത്ത് അപ്പൊ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ ചാനൽ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്